നടൻ മോഹൻലാലിന്റെ തട്ടകമാണ് തിരുവനന്തപുരം. ലാലേട്ടൻ ആരാധകരുടെ ഈറ്റില്ല. നെഞ്ചിനകത്ത് ലാലേട്ടൻ എന്ന് തൊണ്ട പൊട്ടും വിധം വിളിക്കുന്ന വൈകാരിക ആരാധകരുള്ള നാട്. പക്ഷേ മലയാള സിനിമയിലെ ലൈംഗിക ആരോപണങ്ങൾ താരാരാധകരുടെ ആകെ മനം മടുപ്പിക്കുകയാണ്. മോഹൻലാൽ ആരാധകരെയും ഈ നിരാശ ബാധിച്ചിട്ടുണ്ട്. മോഹൻലാലിന് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ അവാർഡ് നൽകുന്ന നിശാഗന്ധിയായിരുന്നു വേദി. തിരക്കുള്ള 3 പരിപാടികൾക്ക് ശേഷം മോഹൻലാൽ വേദിയിലേക്ക്. മോഹൻലാൽ വേദിയിലെത്തിയിട്ടും സദസ്സിൽ ആരവം ഒരു കോണിൽ മാത്രം. ലാലേട്ട ലാലേട്ട എന്ന ഒറ്റപ്പെട്ട ആർപ്പുവിളി. തലസ്ഥാനത്ത് എവിടെ മോഹൻലാൽ പരിപാടിക്കെത്തിയാലും നിറഞ്ഞു കവിയുന്ന ആളും ആരവവുമാണ് ഇവിടുത്തെ ശീലം. ആ ആവേശം ഇന്നലെ ചോർന്ന പോലെ. മോഹൻലാൽ സംസാരിക്കാൻ എത്തിയപ്പോഴും അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിയപ്പോഴും സദസ്സ് മുൻകാലത്തെ പോലെ ആവേശഭരിതരായില്ല. തന്റെ ആരാധകർ നെഞ്ചിലേറ്റുന്ന തൂവാനത്തുമ്പികളെ കുറിച്ച് പറഞ്ഞപ്പോൾ നിരാശയിൽ നിന്ന് ഉടലെടുത്ത മൂകത സദസ്സിൽ പ്രകടമായിരുന്നു. പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികളിലെ പാട്ടുകൾ, മേഘം പൂത്തു തുടങ്ങി, ഒന്നാം രാഗം പാടി ഒക്കെ ഇന്നും മലയാളികളുടെ ചുണ്ടുകളേറ്റ് പാടുന്ന ഗാനങ്ങൾ തന്നെയാണ്. സിനിമയിലെ പീഡനാരോപണങ്ങളിൽ മോഹൻലാലിന്റെ പ്രതികരണം വൈകിയത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം. കാരണം സിനിമയിലെ സ്ത്രീകൾക്കെതിരായ ചൂഷണം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് അതേ വേദിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ നിറഞ്ഞ കയ്യടിയായിരുന്നു പ്രതികരണം. സ്ത്രീകളുടെ തൊഴിലവകാശത്തിനും അഭിമാന സംരക്ഷണത്തിനും വേണ്ടി കലാരംഗത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ എന്നറിയിക്കട്ടെ. മലയാള സിനിമയിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ താരങ്ങൾക്കൊരു പാഠമാണ്. കഥാപാത്രങ്ങളാണ് അവരെ സൂപ്പർ താരങ്ങളാക്കിയത്. ആ കഥാപാത്രം അവതരിപ്പിക്കുന്ന താരങ്ങളുടെ വ്യക്തിശുദ്ധിയും ആത്മാർത്ഥതയും ആരാധകർ വിലയിരുത്തുന്നുണ്ട്. ആ പ്രതീക്ഷ മങ്ങുമ്പോൾ താരമൂല്യവും ഇടിയുമെന്ന് ഇത്തരം വേദികൾ സിനിമാ താരങ്ങളെ പഠിപ്പിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.